കർത്താവിന്റെ പകൽക്കാലം ഇവിടെയുണ്ട്. നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ് ഇവിടെയുണ്ട്. ആ കർത്താവിന് മറവായിരിക്കാൻ നമുക്ക് കഴിയത്തില്ല ദൈവമക്കളെ. ആ കർത്താവിന് മറച്ചൊന്നും നമുക്ക് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇത് പകൽക്കാലം ആ പരിശുദ്ധാത്മാവിന്റെ നിറവിലിരുന്നുകൊണ്ട് നമുക്ക് അല്പസമയം ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് ധ്യാനിപ്പാനിടയായി തീരട്ടെ. 1992 ഞാൻ ICPF കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ആ സമയത്ത് കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റുകളിലും ഞങ്ങൾ ഓരോ മാസവും താമസിച്ച കർത്താവിന്റെ വേല ചെയ്യും. കോളേജ് സ്റ്റുഡൻസിന്റെ ഇടയിൽ പോയി, കോളേജുകളിൽ പോയി സുവിശേഷം മദ്യപാനത്തിനും മയക്കുമരുന്നുകൾക്കെല്ലാം എതിരായിട്ട് ഗാനങ്ങളിലൂടെയും വചനത്തിൽ കൂടെയും കോളേജുകളിൽ പെർമിഷൻ എടുത്ത് ഞങ്ങൾ സുവിശേഷ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഓരോ കവലകളിൽ പോയി പരസ്യയോഗങ്ങൾ നടത്തും. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നെല്ലിയാമ്പതി എന്നൊരു സ്ഥലമുണ്ട്. എത്ര പേർക്ക് അറിയാം? നെല്ലിയാമ്പതിയിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു ചുരം, ചെറിയ ചുരമാണ്, ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും കയറ്റും അങ്ങനെയുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു ബോർഡ് കാണുവാനായിട്ട്, ഇപ്പൊ അതുണ്ടോ ഞാൻ അന്ന് പോയപ്പോൾ കണ്ടതാണ്. എക്സ്പെക്ടഡ് ദ അൺഎക്സ്പെക്ടഡ് എന്ന് പറഞ്ഞ അർത്ഥം അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുക. കാരണം അത് എഴുതി വെക്കാൻ കാരണം ഒരു സൈൻ ബോർഡാണ്. അത് ഭയങ്കര കുത്തനെയുള്ള കയറ്റമാണ്. ഭയങ്കര ഒരു ബസ്സിന് മാത്രം, ഒരു വണ്ടിക്ക് മാത്രം പോകാൻ ഉള്ള ഇടം മാത്രമേ ഉള്ളൂ അന്ന്. ഇപ്പം വ്യത്യാസമായി കാണും. അപ്പം ഏത് സമയത്തും എന്തും സംഭവിക്കാം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നീ മുൻപോട്ട് പോകും. ആ ഒരു മുന്നറിയിപ്പാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് നമുക്ക് തരാൻ. ഇനി അധികം സമയം നമ്മുടെ മുമ്പിലില്ല. എന്തും സംഭവിക്കുവാൻ ഏത് സാഹചര്യത്തിലും ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് പ്രിയ ദൈവവൈദ്യനെ, നിന്റെ നിരാശകളും നിന്റെ വേദനകളും എല്ലാം ഇന്ന് പകൽക്കാലം മാറ്റിവെക്കേ. നാമെല്ലാം പറയും നമ്മുടെ കർത്താവ് സകലത്തിനും മതിയായ ദൈവമാണ്. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും, കർത്താവ് നമ്മെ വിടുവിക്കും എന്നൊക്കെ വാഗൊണ്ട് പറയുമെങ്കിലും കാര്യം വരുമ്പോ അറിയാം നമ്മുടെ വിശ്വാസം എത്രമാത്രമുണ്ട്. പ്രതിസന്ധി വരുമ്പോൾ അറിയാം നമ്മുടെ വിശ്വാസം എത്രമുണ്ട്. പരിശോധനകൾ വരുമ്പോൾ അറിയാം നമ്മുടെ പ്രാർത്ഥന എത്രമാത്രമുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുവാനായിട്ട് എല്ലാം അസ്തമിച്ചു പോയി എന്ന് പറയുന്ന സാഹചര്യത്തിലാണ്. ഇനി ഒരു വഴിയും എന്റെ മുൻപിലില്ല. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരുമില്ല. എന്നെ ഒന്ന് സഹായിക്കുവാൻ ആരുമില്ല. എന്റെ കണ്ണുനീർ കാണുവാൻ ആരുമില്ല. എന്റെ വേദന അറിയുവാൻ ആരുമില്ല. എന്റെ കൂട്ടുവിശ്വാസിയോ എന്റെ കാമൽ കൂടെ ആരാധിക്കുന്നവരോ എനിക്ക് ഒരു ആശ്വാസമാക്കി പറയുവാൻ എന്റെ കൂടെ ആരുമില്ല എന്ന് ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്ന ദൈവവൈദ്യരെ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കും. ഇന്ന് പകൽക്കാലം നിൽക്കപ്പെടുന്നത് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതം ഇന്ന് പകൽ നീ അനുഭവിക്കണം. ഇന്ന് പകൽ നീ അനുഭവിക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്. വായിക്കാൻ സമയം ഒത്തിരി ഇല്ലല്ലോ, മുൻപോട്ട് പോകുന്നു. അവൻ പെട്ടെന്ന് ഒരു കുറിവാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. സർവസഭയ്ക്കും ഇത് കേട്ടവർക്കും എല്ലാവർക്കും മഹാഭയമുണ്ടായി. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇത്രയും സമയം പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തന്നു. കടന്നു വന്ന നിമിഷം മുതൽ ആ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുവാൻ, അങ്ങനെ വൃത്തികളിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാൻ കർത്താവെ ഞങ്ങളോട് കർത്താവ് കാണിച്ച സ്നേഹത്തിനായി നന്ദി. തുടർന്നും ഞങ്ങൾ അല്പസമയം കൂടി ഇരിക്കുമ്പോൾ അതേ വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഇന്ന് ഇവിടെ വായിച്ച വചനത്തിൽ കൂടെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അതിനൊന്നുമല്ല അപ്പ, അതിന് യാതൊരു കഴിവോ യാതൊരു അറിവോ ഇല്ല അപ്പ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. അങ്ങ് തന്നെ സംസാരിക്കണമേ. ഈ ജനത്തോട് ദൈവ
ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും. കർത്താവ് സംസാരിക്കുവാൻ പോകുന്നതായി സ്തോത്രം യേശുവിൻ നാമത്തിൽ. ഒന്നുകൂടി വായിച്ചോട്ടെ സിസ്റ്ററെ. സർവസഭയ്ക്കും ഇത് കേട്ടവർക്കും. അവൻ നിർത്തി വായിക്കണമേ. സർവ സഭയ്ക്കും. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വാചകം നമ്മൾ പഠിക്കുക. സർവസഭയ്ക്കും ഇത് കേട്ടവർക്കും. മാത്രമല്ല, അവിടെ സഭ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഇത് കേൾക്കുവാൻ വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വിശ്വാസികളല്ലാത്തവരും കർത്താവിനെ ചുമ്മാ പിൻപറ്റുന്നവരും കർത്താവിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരും കർത്താവ് അപ്പം തരുമെന്ന് പ്രതീക്ഷയിലും ഇങ്ങനെ പോകുന്ന ഒരു കൂട്ടം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ അങ്ങനല്ലേ ഇത് കേട്ടവർക്കും. സർവസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന സഭയെ ഇത് കേൾക്കുമ്പോൾ നിനക്ക് ഭയം ഉണ്ടാകണം. അവിടെ അങ്ങനെ വായിച്ചത് കേട്ട എല്ലാവർക്കും എന്തുണ്ടായി? മഹാഭയമുണ്ടായി. ഇന്ന് ദൈവജനത്തിനിടയിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. ദൈവത്തെയോ യാതൊരു ഭയവുമില്ലാതെ, മഹാഭയമില്ലാതെ അവൻ നാം ഇങ്ങനെ മുൻപോട്ട് പോകുന്നതുകൊണ്ടാണ് അവൻ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ, അല്ല വിശ്വാസത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു വാക്ക് കേട്ടാൽ പതറിപ്പോകുന്നതിന്റെ കാര്യമാണ്. ഒരു ചെറിയ വാക്ക് കേട്ടാൽ മതി. ഇത് പകർത്താൻ ദേവദാസൻ പറഞ്ഞില്ലേ? ആമേൻ. ആ 4 പേര് ചുമന്നു കൊണ്ടുവന്നപ്പം പ്രൈസലോ അവിടേക്ക് നിൽക്കുന്നില്ല. കാരണം എനിക്ക് സമയമില്ല, പെട്ടെന്ന് അവൻ സമയം പോവുകയാണ്. ആമേൻ. ഈ വായിച്ച ഭാഗത്തേക്ക് നിൽക്കട്ടെ. അവിടെ സർവ്വസഭയ്ക്കും എന്തുണ്ടായി? മഹാഭയമുണ്ടായി. എന്തുകൊണ്ടായി ഈ മഹാഭയം ഉണ്ടാകാൻ കാരണം? ഇത് ഇന്നുകൊണ്ട് തീരത്തില്ല. ദൈവം ഇനി ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഇതിന്റെ ബാക്കി ശുശ്രൂഷിക്കാം. ആമേൻ. അതിന്റെ 32ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആമേൻ ചില കാര്യങ്ങളൊക്കെ കാണിക്കാം. ഈ വസ്തുതയ്ക്ക് 4:32 വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും. ആമേൻ. ഇന്ന് ശ്രദ്ധിക്കണമേ. ഇന്ന് പകൽക്കാലം വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണിത്. എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവദിനം നിരാശയോടെ അവൻ ഭാരത്തോടെ ഇവിടുന്ന് കടന്നു പോകുന്നു? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ചില ദൂതുകൾ പറയാനുണ്ട്. ആമേൻ. ആ വാക്യം ഒന്നുകൂടി വായിച്ചേ സിസ്റ്റർ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും. എന്ത് വിശ്വസിച്ചവരുടെ? ദൈവത്തിന്റെ. നമ്മൾ ഇതൊന്നും പഠിക്കാതെയാണ് ചുമ്മാ അങ്ങ് പോവുക. അതുകൊണ്ട് എന്തിന്റെയാ? ഹൃദയത്തിൽ ആ വിശ്വാസമില്ല. നിലനിൽക്കുവാൻ കഴിയാത്തതിന്റെ കാര്യം, പ്രാപിക്കുവാൻ കഴിയാത്തതിന്റെ കാര്യം ഹൃദയത്തിലില്ല. വായിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അല്ല, ഇന്ന് പകൽക്കാലം അത് തിരുത്തപ്പെടുവാണ്ടേക്ക്. വിശ്വസിച്ചവരുടെ എന്താ വിശ്വസിച്ചേ? യേശു കർത്താവ് എന്റെ രക്ഷകൻ എന്ന് വിശ്വസിച്ചു. ഒന്നാമത്തെ വിശ്വാസം അതായിരുന്നു. യേശു ഇന്ന് ദൈവദാസൻ ശക്തമായി പറയാൻ വേണ്ടിയിട്ടുള്ളൂ. യേശു ക്രിസ്തു മാത്രമേ എന്റെ രക്ഷകനായിട്ടുള്ളൂ. എന്റെ ആത്മരക്ഷയ്ക്കും എന്റെ ശാരീരിക രക്ഷയ്ക്കും എന്റെ മാനസിക രക്ഷയ്ക്കും എന്റെ എല്ലാ സാഹചര്യങ്ങൾക്കും ഏക രക്ഷകൻ യേശു മാത്രമേ ഉള്ളൂ. യേശു മാത്രമാണ് പ്രശ്നത്തിന്റെ പരിഹാരം. യേശു മാത്രമാണ് വിടുതൽ തരുന്നവർ. വിശ്വാസികളുടെ ഇടയിലും ഇതില്ലാതായിക്കൊണ്ടിരിക്കുക. സമയമില്ലല്ലോ. പെട്ടെന്ന് അടുത്തത് ഏകഹൃദയവും. അവര് ഏകഹൃദയം. അവരെങ്ങനെയുള്ളവരായിരുന്നു? അവര് എല്ലാ കാര്യത്തിലും. ഇന്ന് പകൽക്കാലം ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭ ഒരു മനപ്പെട്ട് ഒരേ ഹൃദയമുള്ളവരായിരുന്നു. ദൈവം കേൾക്കുമ്പോൾ ആ ഒരേ ഹൃദയത്തോടെ ഏറ്റെടുക്കുമെങ്കിൽ ഞാൻ പറയാം, സഭയ്ക്ക് മാത്രമല്ല കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വിടുതലായി. വചനം കേട്ടാൽ മാത്രം പോരാ, അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുവാണ്ടേക്ക്. ഓക്കെ, സമയമില്ല. വായിച്ചപ്പോൾ ഏക മനസ്സും ഉള്ളവരായിരുന്നു. ഏക മനസ്സും ഉള്ളവരായിരുന്നു. ഹൃദയവും മനസ്സും രണ്ടാണ്. ഏക മനസ്സെന്ന് പറയുന്നത് ഹല്ലേലൂയ, നമുക്ക് ഒരുമനപ്പെട്ട് ഇങ്ങനെ കൊണ്ട് കർമ്മമാൻ പറഞ്ഞു. എവിടെ കിടക്കൂ എന്തോ ഒരുമയുണ്ടെങ്കിൽ എവിടെ കിടക്കുന്നു? അതില്ലാത്തത് കൊണ്ടാണ് പലതും സംഭവിക്കാത്തത്. ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ താഴെ തെളിയിച്ച് ഞാൻ തരാം. ആ സംഭവം ഒരുമയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും വിടുതലുകൾ ഇല്ലാത്തത്. തലമുറ നഷ്ടപ്പെടുന്നതിന്റെ കാര്യമെന്താ? കുടുംബത്തിൽ ഒരുമയില്ല.
ചുമ്മാ കുറെ അതിൽ നിന്ന് കേട്ടിട്ട് പോയിട്ട് ഒരു കാര്യമില്ല ദൈവമക്കളെ. നമ്മുടെ വിശ്വാസം, നമ്മുടെ ദേവദാസനോട് പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ മക്കൾ എത്രമാത്രം വിശ്വാസത്തിൽ വളർച്ചയായിട്ടുണ്ട്, എത്രമാത്രം പ്രാർത്ഥിക്കുന്ന തലമുറകളുണ്ട്, ഒറ്റയ്ക്കിരുന്ന് വേദപുസ്തകം വായിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര മക്കളുണ്ട്. മാതാപിതാക്കളായ നമ്മളോട് കർത്താവ് ചോദിക്കുവാനായിട്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, സമയമില്ലല്ലോ, ബാക്കി വായിച്ചേ. തനിക്കുള്ളതൊന്നും അവിടെ വിശ്വസിച്ചവിടെ ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്നാരും പറഞ്ഞില്ല. ഇവിടെ നിന്നൊക്കെ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ ഇച്ചിരി എല്ലാവരും ആയിത്തീരും. എനിക്ക് സമയമില്ലാത്തോണ്ടാ അടിയിൽ നിന്ന് ഞാൻ പറയും. എനിക്കൊരു 1.5 മണിക്കൂർ അടി ഞാൻ കാച്ചു തരും. അല്ല, നമ്മള് വചനം കേൾക്കുമ്പോഴേ സമയം എടുത്ത് കേൾക്കണം. ഈ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലെ വാച്ചും തൂക്കി പിടിക്കത്തില്ലായിരുന്നു. ഇന്ന് കേരളത്തിൽ ഇവിടെ ഇല്ല. കേരളത്തിൽ ഞാൻ ഒത്തിരി സഭകളൊക്കെ പോയിട്ടുണ്ടല്ലോ കർത്താവിന്റെ പേരോടെന്ന് വെച്ചാൽ. അവൻ ബാക്കിൽ കുറെ പിന്മാറ്റക്കാരിരിക്കുന്നതാണ്. ഞാൻ തുറന്നെന്ന് പറയുക, എന്തിനാ എനിക്ക് പേടിക്കുന്നത്? സത്യമാ. കാരണം പറയുമോ, 12 പാസ്റ്റർ ഇവിടെ നിർത്തിയില്ലെങ്കിൽ അവിടുന്ന് വാച്ച് പൊക്കി കാണിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ തടക്കുവാൻ നമുക്ക് അധികാരമുണ്ട്. ഹലോ, ഞാന് തമിഴ്നാട്ടില് ICPF കർത്താവ് വേല ചെയ്യുമ്പോൾ തന്നെ നാഗർകോവിൽ ഒരു ചർച്ചില് ഞാൻ പോയിരുന്നു. നാഗർകോവിൽ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ ടീമുണ്ട്, 10-12 പേരുണ്ട്. ടീമായിട്ട് ആ ചർച്ച ചെന്നു. ഒരു വലിയ ഒരു നീളമുള്ള ഒരു ഹോളാണ്, ഇത്രയും വീതിയില്ല, നീളമുള്ള ഒരു ഹോളാണ്. അവിടെയുള്ള ദൈവമക്കള് നിഷ്കളങ്കരാണ്. അവര് സഞ്ചിയില് ബൈബിള് ഇട്ടുകൊണ്ടിരിക്കുന്ന രാവിലെ 8-8:30 ആകുമ്പോൾ വരും ഹോളിലേക്ക്. എന്നിട്ട് ആരാധിക്കുന്നത് കാണണം. എന്റെ പൊന്നു മക്കളെ, സത്യം പറഞ്ഞ് ഞാൻ ചിരിച്ചു. കാരണം നമ്മൾ അതുപോലെ ഡാൻസ് ചെയ്ത ദൈവത്തെ ആരാധിക്കും, മറന്ന ദൈവത്തെ ആരാധിക്കും. ആ നിഷ്കളങ്കത ഇവിടെ കേരളത്തിലെ ഒരുത്തനുമില്ല. അവർക്കൊരു ലജ്ജയില്ല കർത്താവിനെ ആരാധിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ശക്തമായ ദൈവത്തെ ആരാധിച്ചു. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് ഹൃദയത്തിൽ നിന്ന് ആരാധിക്കപ്പെടും? ആരാധിച്ചവർക്ക് വിടുതലുണ്ടാകും. നീ വെറും കൈയോടെ ഇരുന്നാല് നീ വെറും കൈയോടെ പോകുന്നുണ്ടാകും. നിനക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട മകത്വം ദൈവത്തിന് കൊടുക്കാം. യേശുവിന് കൊടുക്കേണ്ട മകത്വം നിഷ്കളങ്കതയോടെ നീ വിട്ടുകൊടുത്താൽ ഈ കൈയടിച്ച് ആരാധിക്കണമെന്ന് സങ്കീർത്തനം ഒത്തിരി പുതിയ നിയമത്തിലുണ്ട്. അപ്പോസ്തലന്മാർ കൈയടിച്ചാൽ എന്തിനാ കൈയടിച്ച് ആരാധിക്കുന്നത്? എന്റെ വിഷയത്തിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകാം. ഞാൻ എടുത്ത വിഷയത്തിലേക്ക് വരാൻ പറ്റില്ല, നമുക്ക് അത് പിന്നെ പഠിക്കാം. എന്തിനാ കൈയടിച്ച് ആരാധിക്കുന്നത്? ശത്രു ഒന്ന് ഓടാൻ വേണ്ടി ശത്രു നീ കൈയടിച്ചാലേ ശത്രു ഓടിക്കോളൂ. ശത്രു ഓടാൻ വേണ്ടി നീ കൈയടിക്കുന്നു വേണ്ട. നിന്റെ കൈയടി കേട്ടാൽ ശത്രു ഇങ്ങോട്ട് വരത്തുള്ളൂ. അതുപോലെ കൈയടിക്കുന്നത്. എന്തിനാ കൈയടിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. എന്തിനാണ് ഞാൻ ചോദിച്ചത്? ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, അത് ശരിയാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് കൈയടിച്ച് ആരാധിക്കാൻ പറഞ്ഞത്. നീ ഈ കൈ ശക്തമായി ഇങ്ങനെ ആരാധിക്കുമ്പോ നിന്റെ ഈ കൈയുടെ അല്ലെ ഡോക്ടറെ കൂടെ ഇരിക്കുന്നു. എന്താ പൊന്നു, ഈ കൈ ഇങ്ങനെ ശക്തമായിരിക്കും. ഇത് ഞരമ്പിന്റെ ഓട്ടം അല്ലെ, ഇതിന്റെ രക്തധമനികൾ എന്താ ചെയ്യും? അല്ലെ സിസ്റ്റർ, നേഴ്സൊക്കെ അങ്ങനെയാണോ? അല്ലേ? ഏതാ കർത്താവിന് ചുമ്മാ കർത്താവിന് നീ കൈയടിച്ചെങ്കിലും കർത്താവിന് ലഭിക്കേണ്ട മകത്വം കർത്താവിന് കിട്ടും. നിന്റെ കർത്താവ് ആരാധന കൊതിയൊന്നുമല്ല. നമ്മൾ ആരാധിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവൻ പക്ഷെ കൈയടിക്കാൻ പറഞ്ഞ ആ ഉദ്ദേശം എന്താ പറയുമോ? നീ കൈയടിച്ച് ശക്തമായി ആരാധിച്ചാൽ നിന്റെ ശരീരത്തിലെ രോഗങ്ങൾ പിശാച് കെട്ടിയിരിക്കുന്ന
വ്യക്തി ഉണ്ടായിരുന്നു. മനസ്സിലാവും? ആ വ്യക്തി ഞങ്ങളെല്ലാം അന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാനാണ് ഈ ആരാധന ഏൽപ്പിച്ച് കാണിക്കുന്നില്ല. എവിടെ പോയാലും, ഇനി ഗസ്റ്റായിട്ട് പോയാലും എവിടെ പോയിരുന്നാലും ശക്തമായി ദൈവത്തെ അറിയും. കാരണം ഞാൻ ആരാധിക്കാനാണ് പോകുന്നത്. ഞാൻ ദൈവത്തെ ആരാധന കാണാമെന്ന വ്യക്തിയല്ല, ആരാധിക്കാൻ. അപ്പൊ അങ്ങനെ ശക്തമായി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ആരാധിക്കുക. എന്റെ ഒച്ച ഇത്തിരി കൂടുതലാണ്. എനിക്ക് ഭയങ്കര ഒച്ചയും ഭയങ്കര കയ്യടിയാണ്, ഭയങ്കര ശബ്ദമായി കഴിയും. അപ്പൊ ഈ മനുഷ്യൻ എന്റെ അടുത്തിരിക്കുക, ഈ പുള്ളിക്ക് കയ്യടി അലർജിയാണ്, ഒച്ച അലർജിയാണ്. ഇദ്ദേഹം ഇങ്ങനെ ഞാൻ അടുത്തിരിക്കല്ലേ, ഇങ്ങനെ തോണ്ടിയിട്ട് എന്തോ ഒന്ന് പതുക്കെ ആരാധിക്കാൻ. എനിക്കാണ് സങ്കടം വന്നിട്ടില്ല. ദൈവസന്നിധിയിൽ ശക്തമായി ആരാധിക്കുമോ ഒരുത്തർ ആത്മാവില്ലാത്തവൻ വിളിച്ച് തോണ്ടിയിട്ട് പറയാ, ആത്മാവില്ലാത്തവൻ എന്ന് പറയുന്നു. ആത്മാവ് ഒരിക്കലും ആ വ്യക്തി പറയത്തില്ല പതുക്കെ ആരാധിക്കാനായിട്ട്. ഞാൻ ഈ ആരാധന കഴിഞ്ഞപ്പോ പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ, പാസ്റ്ററെ അടുത്ത ആഴ്ച മുതൽ ഞാനിവിടെ വരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കൊരു തീരുമാനം പാസ്റ്ററിന് അറിയാം. ഞാൻ ഈ ശക്തമായിട്ട് ഇവിടെ ആരാധിക്കുന്നതുകൊണ്ട് പാസ്റ്റർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, സഭയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾ SMS കൊണ്ടാണ്. പാസ്റ്ററോട് എന്താ ബ്രദറെ എന്താ? അത് ഞാൻ പാസ്റ്ററൊന്നും ആയിട്ടില്ല. എന്താ ബ്രദറെ എന്താ വിഷയം? അപ്പം പറഞ്ഞു, ഞാൻ ഇന്ന വ്യക്തി ഇങ്ങനെ തോണ്ടിയിട്ടൊന്നും എന്നെ ശാസിക്കാൻ. അപ്പൊ പുള്ളി പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, ആ വ്യക്തി പൊക്കോട്ടെ, ബ്രദർ ശക്തമായി ആരാധിച്ചോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുമോ, ദൈവമക്കളെ, എന്റെ യേശു എന്നെ രക്ഷിച്ച വിധത്തെ ഓർത്ത, എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച എന്റെ യേശുവിന്റെ ആ സ്നേഹത്തെ ഓർത്ത, എന്നെ വിടുവിച്ച ആ രക്ഷയുടെ പദ്ധതിയെ ഓർത്താൽ, അവൻ എനിക്ക് വിടുന്ന കർത്താവിന്റെ ആ കരുതലിന്റെ സ്നേഹത്തെ ഓർത്താൽ എനിക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവവൈദ്യന്, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയ്ക്ക് ഒരു വിടുതൽ വേണമോ, ഒരു ഉയർച്ച വേണമോ, നീ ശക്തമായി ദൈവത്തെ ആരാധിക്കാം. ആരാധനയിൽ ഒരു പിശകും കാണിക്കരുത്. ഇവിടെ ശക്തമായി കൈയടിച്ചാല്, ഇവിടെ ഏറ്റവും ശബ്ദത്തിൽ ആരാധിച്ചാല് ഇവിടുത്തെ അലക്സ് മാസ്റ്റർ ഒരിക്കലും ഒരു തടസ്സം പറയത്തില്ല. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. പ്രൈസലോ, നീ അങ്ങനെ ഒന്ന് ആരാധിച്ചു നോക്കിയേ. പ്രൈസലോ, ദൈവമക്കളെ, അങ്ങനെ ആരാധിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ അവസ്ഥയിൽ വരുവാനിടയായത്. അവൻ 1988 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഈ ശബ്ദത്തിനൊരു കുറവും വന്നിട്ടില്ല, ഈ കയ്യടിക്കൊരു കുറവും വന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ ദൈവം എന്നെ മാനിച്ചിട്ടേ ഉള്ളൂ. എന്റെ ശുശ്രൂഷയിലും എന്റെ കുടുംബ ജീവിതത്തിലും എന്റെ തലമുറയിലും എന്റെ ദൈവം എന്നെ ശക്തമായി മാനിക്കുന്നതേ ഉള്ളൂ. വായിച്ച ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. സകലവും അവർക്ക് പൊതുവായിരുന്നു. സകലവും അവർക്ക് എന്തായിരുന്നു? പൊതുവായിരുന്നു. ആർക്ക്? വിശ്വസിച്ചവർ. വിശ്വസിച്ചവർക്ക് മാത്രമല്ല, ഏക ഹൃദയമുള്ളവർക്കും ഏക മനസ്സുള്ളവർക്ക് എന്തായിരുന്നു? പൊതുവായിരുന്നു. പൊതുവായിരുന്നു. അവിടെ നിന്ന് നിൽക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ആമേ. ഇനി ആമേ, അതിന് എതിരായിട്ട് നിന്ന ഒരു വ്യക്തിയെ താഴെ കൂടെ വായിച്ചേ. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു. ആരെ സാക്ഷ്യം പറഞ്ഞേ? അപ്പോസ്തലന്മാർ. അവിടെ നിൽക്കുന്നില്ല, എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. എല്ലാവർക്കും ധാരാളം എന്ത് ലഭിച്ചു? കൃപ ലഭിച്ചു. അതിന് കൃപ ലഭിക്കാൻ കാരണം കൊണ്ട് ഇത് വിശദീകരിക്കാൻ സമയം, എനിക്ക് തന്നെ സമയം അവസാനിക്കാൻ പോവാ. ഇനി മുട്ടുള്ളവൻ ആരും അവരിലുണ്ടായിരുന്നില്ല. മുട്ടുള്ളവർ അവരുടെ ഇടയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ സഭയിൽ എത്ര പേര് മുട്ടുള്ളവരുണ്ട്? ഇവിടെ ഭാരങ്ങളുള്ളവരുണ്ട്, ഞെരുക്കമുണ്ട്, കടഭാരമുണ്ട്, അവൻ ജോലിയില്ലാത്തവരുണ്ട്, പലവിധമായ പ്രശ്നങ്ങളെല്ലാം ഉള്ളവര് ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവിടെ ആരുണ്ടായില്ല? മുട്ടുള്ളവൻ ആരും ഉണ്ടായി, ഒരാളുണ്ടായില്ല. കാര്യം എന്താ? അതിന്റെ തൊട്ട് മുകളിൽ വായിച്ചതാ, എല്ലാം അവർക്ക് ധാരാളം കൃപ ലഭിച്ചു. എല്ലാം അവർക്ക് എന്തായിരുന്നു? പൊതുവകയായിരുന്നു. അവർക്കാർക്കും ഒന്ന്, എല്ലാവരും ഈക്വാലിറ്റി ആയിരുന്നു. അവിടെ എല്ലാവർക്കും ഈക്വാലിറ്റി ആയിരുന്നു. താഴ്വാരം വായിച്ചതുകൂടി മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല. ബാക്കി നിലങ്ങളുടെയോ വീടുകളുടെയോ ശ്രദ്ധിക്കുക.
നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റും വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. എത്ര പേർ ചെയ്യും ദൈവമക്കളെ? അന്ന് പരിശുദ്ധാത്മാവ് വന്നപ്പോ ചെയ്ത കാര്യമാ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് വരുമ്പോ ചെയ്യുന്ന കാര്യമാ. ഇത് ദൈവദാസൻ പറഞ്ഞില്ലേ, ഒരുത്തൻ എവിടെ കയറിയിരുന്നു കർത്താവിനെ കാണാൻ? കർത്താവിനെ കാണാൻ എവിടെ കയറി? കാട്ടത്തിന്റെ മുകളിൽ കയറിയിരുന്നു. ഇവന്റെ ലക്ഷ്യം എന്താ? കർത്താവിനൊന്ന് കണ്ടാ മതി. ഇവൻ കാട്ടത്തിൽ മർദ്ദനമേ കയറിയിരിക്കുന്ന കർത്താവ് കണ്ടോ? അല്ല, കേറുന്ന കർത്താവ് കണ്ടോ? ഇല്ല. പക്ഷെ കർത്താവ് ഇവന്റെ മനസ്സ് കണ്ടു. കർത്താവ് ഇവന്റെ ഹൃദയം കണ്ടു. കർത്താവ് ഇവന്റെ ചിന്ത കണ്ടു. കർത്താവ് ഇവന്റെ ആഗ്രഹം കണ്ടു. എന്നിട്ട് എന്താ ചെയ്ത? കർത്താവ് കാട്ടത്തെ മരത്തിന്റെ അടുക്ക വന്നിട്ട് ഇറങ്ങി. കർത്താവ് വന്ന് നിന്നു. എന്നിട്ട് കർത്താവ് മേളിലേക്ക് നോക്കി, സക്കായേ ഇറങ്ങി വാ പോലെ, നീ അവിടെ ഇരിക്കേണ്ടവരല്ല, നീ അവിടെ ഇരുന്നല്ല കാണേ, നീ എന്റെ മുമ്പിൽ വന്ന് എന്നെ ഒന്ന് തൊട്ട് നീ കാണ്. കർത്താവ് അവനെ വിളിച്ചു, വന്നു. പക്ഷെ നിങ്ങൾ നോക്കിയ കർത്താവ് അവനോട് വലിയ സുവിശേഷം ഒന്നും പറഞ്ഞില്ല. അവൻ കർത്താവ് വിളിച്ചപ്പോ ഇറങ്ങി വന്നു. ആദ്യം പറയുന്നത് എന്തുവാ? ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ കർത്താവ് പറഞ്ഞ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവൻ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഞാൻ ചതുവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയത് കൊടുക്കാമെന്നല്ല പറഞ്ഞേ. 4 മടങ്ങ്. ദൈവമക്കളിൽ നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വേണ്ട കാര്യമാണ്. ഇവനോട് കർത്താവ് പറഞ്ഞു കൊടുക്കാനായിട്ട്. കർത്താവ് ചെയ്യാൻ പറഞ്ഞു. ഇതാണ് പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വന്നാലാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്നാൽ ഹല്ലേലൂയ, ആരും പറയണ്ട, നമ്മളത് സ്വയം ചെയ്യും. എന്നിട്ട് ബാക്കി ഞാൻ തിരിച്ചു കൊടുക്കാം. പിന്നെ എന്ത് തോന്നുന്നു? ബാക്കി എന്താ പറഞ്ഞ? അടുത്തെന്താ പറഞ്ഞേ? എന്തെങ്കിലും ചതവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുക്കാം. പിന്നെ എന്റെ സമ്പത്തിന് ദരിദ്രർക്ക് കൊടുക്കാം. പരിശുദ്ധാത്മാവ് വന്നാണ് മാറ്റത്തെ കാര്യം പറഞ്ഞത്. ദൈവമക്കളെ, നമുക്ക് ഈ മനസ്സുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇനി ഈ മഹാഭയം ഉണ്ടായതിന്റെ കാര്യം എന്തെന്ന് പറയാൻ എന്റെ മുമ്പിൽ സമയമില്ല. ദൈവം അനുവദിച്ചാല് നമുക്ക് ഇനി ദൈവം എനിക്ക് തരുന്ന സമയത്ത് ഞാൻ അത് ബാക്കി ശുശ്രൂഷിക്കാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ അത് വലിയ മാറ്റം ഉണ്ടാകുവാണ്. പരിശുദ്ധാത്മാവ് ഉള്ളത്തിലുള്ള വ്യക്തി ഒരിക്കലും കലങ്ങി പോകുവാൻ ദൈവം അനുവദിക്കില്ല. നീ കലങ്ങി പോകുന്നുവോ, നീ നിരാശപ്പെട്ടു പോകുന്നുവോ, നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവില്ല. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ മെസ്സേജുകൾ കേൾക്കും. ആമേൻ. യൂട്യൂബിലൂടെ ഒത്തിരി മെസ്സേജുകളൊക്കെ കേൾക്കും, ദൈവവചനം കേൾക്കും, വായിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ബൈബിൾ കൊണ്ടാണ് പോകുന്നത്. ഞാൻ എൻ്റെ ബാഗിൽ ബൈബിൾ ഇട്ടിട്ടാണ് പോകുന്നത്. എനിക്ക് ഇഷ്ടം പോലെ ഒത്തിരി സമയങ്ങൾ അവിടെ കിട്ടും. അപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്ന പരിശുദ്ധാത്മാവ് തന്ന ഭാഗമാണിത്. പക്ഷെ പൂർത്തീകരിക്കാൻ സമയമില്ല. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. മാറ്റമില്ല എങ്കിൽ ആ വ്യക്തി പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് ഞാൻ അടുത്ത ദിവസങ്ങൾ അത് തെളിയിച്ചു തരാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ നിരൂപിക്കുന്നു. കർത്താവ് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ ഹൃദയം പൂർണ്ണമായി പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടുത്തി കൊടുക്കും. നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടെ ചിന്തയല്ല, കർത്താവിന്റെ ഹിതം നമ്മളിൽ നൽകും. കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, കർത്താവ് പറയുന്നത് ചെയ്യുവാൻ നാം ഒരുക്കമാണെങ്കിൽ നിശ്ചയമായും സ്വർഗം നമ്മെ മാനിക്കുവാനേ തീരും. സ്വർഗം നമ്മെ ഉയർത്തുവാനേ തീരും. സ്വർഗം നമുക്ക് വിടുതൽ തരുവാനേ തീരും. സ്വർഗം നമുക്ക് പുതുവഴികളെ തുറക്കുവാനേ തീരും. ആമേൻ. കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. ഇന്ന് പകൽക്കാലം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അവൻ എനിക്ക് ഒത്തിരി ഇതിന്റെ ബാക്കി ഭാഗം വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൈവം വെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ അവൻ കർത്താവ് തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുകൊള്ളാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ കേട്ട വചനത്തിന് മുമ്പാണ് അവർക്ക് കേട്ട എല്ലാവർക്കും എന്തുണ്ടായി? മഹാഭയമുണ്ടായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ മഹാഭയമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഓൺലൈനിൽ കൂടെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാം.
Praise the Lord. അവർ ഒരുമനപ്പെട്ട് ഏക മനസ്സുള്ളവരായി ഐക്യമതപ്പെട്ടു ഇങ്ങനെ കർത്താവിന്റെ ഇഷ്ടം ചെയ്തു വെക്കില്ല. ഇന്ന് പകൽക്കാലം കേട്ട വചനമാകെ കർത്താവെ, ഞങ്ങൾ ഐക്യമതപ്പെട്ട് മുൻപോട്ട് പോകുക, ഞങ്ങൾ ഏക മനസ്സോടെ മുൻപോട്ട് പോവുക, ഞങ്ങളുടെ ഇടയിൽ യാതൊരു ഇടർച്ചകളും ഉണ്ടാകാതെ ഞങ്ങൾ സ്നേഹത്തിൽ ഐക്യതയിൽ ഒന്നിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെന്ന് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ ദൈവമൈതനെ? ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരെ അല്ല ഭയപ്പെടേണ്ടത്, നമ്മെ കാണുന്ന സ്വർഗമുണ്ട് കേട്ടോ, നമ്മെ നന്നായി അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് കേട്ടോ. യേശു മരിച്ചു അടക്കപ്പെട്ടവനല്ല, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാ. യേശു കർത്താവ് നമ്മെ കാണുന്ന ദൈവമാ, നിന്റെ അവസ്ഥകളെ നന്നായി കാണുന്ന ദൈവമാണ്, അറിയുന്ന ദൈവമാണ്. ആ ദൈവം വിടുതൽ തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ദാസനായ അടിയൻ ഈ ജനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കേൾപ്പിച്ച അലക്സ് പാസ്റ്ററിലൂടെയും അടികളൂടെ കേൾപ്പിച്ച ദൈവവചനത്തിന് മുമ്പാകെ ജനം ഏറ്റെടുക്കുവാനും സമർപ്പിക്കപ്പെട്ട അതിൽ കൂടെ വിടുതൽ പ്രാപിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ ജനത്തെ ദൈവം മാനിക്കണം. കഷ്ടത അനുഭവിക്കുന്നവരുണ്ട് കർത്താവ്, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ, കടബാധ്യതയാൽ ഞെരുങ്ങുന്നവരുണ്ട് കർത്താവെ. അവരോടൊക്കെ ദൈവം ഇന്ന് പകൽക്കാലം ഒന്ന് മനസ്സറിയാമോ? ഇന്ന് കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുമ്പോൾ സ്വർഗം അവരെ മാനിക്കുമാറാകണമേ. അവരുടെ സ്ഥിതികൾക്കെല്ലാം ഇന്ന് പകൽ മാറ്റം വരട്ടെ കർത്താവേ. അവരുടെ അവസ്ഥകൾക്കെല്ലാം ദൈവം മാറ്റം കൊടുക്കുമാറാകണമേ. രോഗികളായി ഭാരപ്പെടുന്ന വേദനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ യേശു സൗഖ്യമാക്കണമേ. അത്ഭുതങ്ങളെ ചെയ്യണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവേ. പല വിസിറ്റിംഗ് വിസ പലപ്പോഴുമായി പുതുക്കിയവരുണ്ട് കർത്താവേ. അവരോടൊക്കെ ദൈവം മനസ്സറിയണമേ കർത്താവേ. ഈ ദിവസങ്ങളിൽ പുതുവഴി അവർക്കായി തുറക്കണമേ. ജോലിയുടെ വഴികൾ ദൈവം ഒരുക്കുമാറാകണമേ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ ചെയ്യുവാൻ പോകുന്നതിനായി ഞങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവേ. സ്ഥിതികൾക്കെല്ലാം ദൈവം മാറ്റം കൊടുക്കണമേ. പ്രത്യേകിച്ച് ജോലി ആയിരിക്കുന്ന മക്കള് ആർക്കും ഒരു പ്രയാസം ഉണ്ടാകാതെ സന്തോഷത്തോടെ ജോലി ചെയ്യുവാൻ എല്ലാ കുഞ്ഞുങ്ങളും ദൈവം സഹായിക്കും. പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജനത്തെ ദൈവം അനുഗ്രഹിച്ചു, ദൈവം മാനിക്കും. മഹത്വം മുഴുവൻ അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് എല്ലാവർക്കും നിൽക്കുന്ന ആമേൻ. ദൈവദാസന്മാർ പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവിന്റെ രാജ്യത്തിലേക്ക് വിതയ്ക്കുവാനുള്ള സമയമാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്കത് ചെയ്യാം. ഇപ്പോൾ സഹോദരന്മാർ പാട്ട്